എന്റെ അമിതമായിട്ടുള്ള ശല്യം കാരണം ഇവരെന്നെ ചാക്കിലാക്കി എവിടെയും കൊണ്ട് കളയാൻ വേണ്ടിട്ടല്ല. സ്റ്റാർ മാജിക്കില് നമ്മൾ പറയില്ലേ ഭൂമി ഇങ്ങനെ ഉരുണ്ടതോ എന്ന് പറയല്ലോ. ജസ്റ്റ് ഫോർ എ വെറൈറ്റി ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ചേച്ചി സുഖല്ലേ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, ഗെയിമിലേക്ക് വേണ്ടിട്ടോ. അതായത് മുട്ട വിരിഞ്ഞിറങ്ങാൻ പോവാണോ? അതെ, കോഴി ചേട്ടൻ കുഞ്ഞ് ഞാൻ. അപ്പളേ ഒരു കാര്യം ഇറങ്ങിയിട്ടേ ആ ബിനീഷിനെ ഒന്നും കൂടി കയറ്റാവോ? എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയാനാ. സ്റ്റാർ മാജിക്കില് ഉരുണ്ട് ഞാൻ വന്നതുകൊണ്ട് സ്റ്റാർ മാജിക്കിൽ ഇനി നമ്മളൊരു ഗെയിമിലേക്ക് പോവാ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഇങ്ങനൊരു ആങ്കറിംഗ് ഇത് ആദ്യമായിട്ടായിരിക്കും. ഗെയിമിന്റെ പേര് കേൾക്കണ്ടേ? സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ വേണ്ടി ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം. എന്താ പ്ലിഞ്ഞ അല്ലേ? പ്ലിഞ്ഞ ഇത് ഫ്രഷാ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ബബ്ലു ഇഗ്ലൂ. പുതിയായിട്ട് വന്ന കൊച്ചു പറയണ് ഒരു കടവാവലിനെ പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നത്. എന്നെ ഒന്ന് തുറന്നു വിടൂ പ്ലീസ്. എവിടെയാണ്? സഹായിക്കൂ. എന്തിനാണ് ഇതിനകത്തോട്ട് കയറിയത്? അത് അവര് പിടിച്ച് കയറ്റിയതല്ലേ. ഇവിടെ തിരിക്കൂ, ഞങ്ങൾ തുറന്നുവിടാം. തിരിക്കൂ. ഷൂന്നൊരു ശബ്ദം കേൾക്കും. ഞങ്ങളെ ലക്ഷ്മിയെ തുറന്നു വിട്. അയ്യോ എന്റെ കാറ്റ് പോയി. ഗൈസ്. വണ്ടർഫുൾ. അതായത് ഒരു മനുഷ്യ ജന്മം ഞാൻ മുട്ടയ്ക്കുള്ളിൽ നിന്നും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതെ അല്ലേ? പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാനും കണ്ടെത്താൻ പോവാണ്. എന്താണ്? നിങ്ങൾ എല്ലാവരും അങ്ങനെ മുട്ട ജന്മമായി പോവും. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അങ്ങനെ കേറി നിന്നപ്പോ നിങ്ങൾ കളിയാക്കിയില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ബോള് നമ്മളെല്ലാം തലതിരിഞ്ഞിട്ടാണല്ലോ ചിന്തിക്കുക. വോളിബോളിലെ ബോളായിട്ട് നമ്മൾ സങ്കല്പിക്കണം. എന്നിട്ട് സെന്ററിൽ ഒരു നെറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓപ്പോസിറ്റ് ടീമിലേക്ക് ലൈക്ക് കോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഗെയിം കളിക്കണം. ഇതാണ് സിമ്പിൾ ടാസ്ക്. ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. അനുഭവിക്കണേ. ഹോളി വരുമ്പോ കളിക്കുന്ന കളിയാണ് ഹോളിബോൾ. അനു ചോദിക്കണോന്ന് പറഞ്ഞ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ചോദ്യം. ആ കൗണ്ടർ അവൻ അടിക്കണം. അപ്പൊ അനുവിന്റെ മണ്ടയിൽ വെച്ച് അടിക്കാലോ. ഒറ്റ ബോൾ വെച്ച് നമ്മളെ ഒരു ബോളും കൂടെ ഉണ്ട് ചേച്ചി. ആ ബോളിലൂടെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയണം. കൊടുകൈ അനുസരണയുള്ള ബോളായിരിക്കാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ. എന്റെ അസുഖത്തിന് ഒരു മാറ്റമില്ലേ? ഞാൻ 2 മാസം മുമ്പ് ഇവിടുന്ന് പോകുമ്പോഴും വരുമ്പോഴും അതേ അവസ്ഥ. പെരുമാറ്റത്തിന് വല്ല മാറ്റമുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. കുഴപ്പമുണ്ടാവില്ല. ശരി, അപ്പോ നമ്മുടെ ബബ്ലു ഇഗ്ലൂ നമ്മളെ ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. സോ ഗെറ്റ് റെഡി. ഒരു ടീമിൽ 6 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ വേഗം ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആയിക്കോളൂ. ഞങ്ങൾ 6 മെമ്പർമാരാണ്. നിങ്ങളോ? ഞങ്ങൾ 6 കൗൺസിലർമാരാണ്. ഓക്കെ. ടീം എവിടെ? എന്താ റിനീയുടെ അടുത്ത് പറഞ്ഞേ? ബാക്കി ആർക്കും ഇല്ലാത്തൊരു സീക്രട്ട്. സോറി പറഞ്ഞു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ചേട്ടാ. എങ്ങനെ ഒന്നുമില്ല? ഒന്ന് റിവൈൻഡ് ചെയ്യോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. എന്ത് കണ്ടിന്യൂ ചെയ്യാം? അങ്ങനെ പറഞ്ഞു അവള്. എന്താണ് എന്ത് കണ്ടിന്യൂ? അവളോട് കൂടി ചോദിക്കാം. എന്നോട് ചോദിച്ചിട്ട് എന്തിനാ? എന്താണ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് തോന്നുന്നു അതിന്റെ ഫ്രണ്ടിൽ ഒരു ഡിസ് ഉണ്ടാവണം. ഡിസ്കണ്ടിന്യൂ കേട്ടിട്ടുണ്ടാവില്ല. റിനി ഈ എപ്പിസോഡിൽ ഉണ്ടോന്ന് പോലും ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിന്റെ കാര്യം റിനി, കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ റിനി പറഞ്ഞേ? അത് പ്രോഗ്രാമിന്റെ ഒരു ഇത് ജെല്ലാവാൻ വേണ്ടിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ തങ്കച്ചേണ്ടതായിട്ട് പക്ഷെ ഞാൻ ടീമിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ചേട്ടാ കോംബോ ഉണ്ട്. അല്ല, നിങ്ങൾ രാത്രി മെസ്സേജ് ചെയ്യുന്നതും വിളിക്കുന്നത് അത് ഇവിടെ പറയേണ്ട കാര്യം, ഈ ധന്യമായ വേദിയിൽ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ നല്ല കാര്യങ്ങൾ മെസ്സേജ് ചെയ്താ എത്ര പേർക്ക് അയക്കുന്നു, ഒരു മറുപടി പോലും വരുന്നില്ല. അല്ല, എനിക്കത് അറിയണം. ഇത് ഏത് ഇഷ്ടമാണ്? എനിക്ക് ഒരു സെക്കൻഡ്, നിങ്ങളുടെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. ഞാൻ റിനിയുടെ അല്ല വവ്വാലി ചാച്ചി അല്ല, അത് ഞാൻ അറിയണ്ടത്. ഏത് തരത്തിലുള്ള സ്നേഹം വളരെ അനുവദിക്കൂ. ഞങ്ങളുടെ ഉടക്കൊക്കെ മാറി. കഴിഞ്ഞ എപ്പിസോഡിലുള്ള ഉടക്കൊക്കെ മാറി. ഞങ്ങള് കോംപ്രമൈസ് ആയി. മിണ്ടാതിരുന്ന എന്നെ എനിക്കൊരാളിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു. അത് ജനങ്ങളെല്ലാം കണ്ടു. ഇനി ജനങ്ങളെടുത്ത് ഞാൻ എന്ത് മറുപടി പറയും? അനു എന്നെ വിളിച്ചിട്ട് ഭയങ്കര വരട്ടലായിരുന്നു. തങ്കച്ചൻ ചേട്ടാ എന്റെ മാത്രാണ്, എന്റെ സ്വന്തമാണെന്നൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്താ പരിപാടി നടക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. തങ്കച്ചന് ഒരു പരിപാടിയുടെ ഒരു അഡ്വാൻസ് ഒരു 30,000 രൂപ ഇന്നലെ കിട്ടി. അത് കൊണ്ട് കളയാനുള്ള പരിപാടി. എന്നോട് പറയണേ, നിന്റെ റിനി ഉറി ഒന്ന് നിർത്തത്. തങ്കച്ചൻ ചേട്ടൻ മറ്റേ അനുവിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, കിയ വാങ്ങിച്ചു കൊടുത്ത്. അപ്പൊ എന്നോട് പറയണ ചേട്ടൻ
അനുവിന് കിയ മേടിച്ചു കൊടുത്ത്, ഐഫോൺ മേടിച്ചു കൊടുത്ത്. ഏത് കീ? കാറ് കിയ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചതാ. സ്വന്തമായിട്ടല്ല, കാശ് കൊടുത്ത പുള്ളിയാ. അപ്പൊ റിനി എന്നോട് ചോദിക്കുന്നേ ചേട്ടന് അതുപോലെ എന്താ മേടിച്ചത്? ഞാൻ പറഞ്ഞു ഞാൻ മണ്ടനല്ലെന്ന് പറഞ്ഞു. ഇയാള് 4 ടയറിന്റെ കാശ് തങ്കച്ചന്റെയാണ്. അതെ അതെ. പുള്ളിക്കാരത്തേക്ക് കിയ മേടിച്ചു കൊടുത്ത് പുള്ളി ആയുർവേദ വണ്ടിയായിട്ട് നടക്കും എപ്പോഴും.